നമ്മുടെ കോഴികൾ എന്ത് ചെയ്യുന്നു? അത് ഇവന്റെ അമ്മച്ചിക്ക് നമ്മുടെ വക സമ്മാനം അല്ലടാ ജോണിക്കുട്ടി. ഇവൾക്ക് 1 വയസ്സുള്ളപ്പോ കുമളിയില് തോട്ടത്തിൽ പണിക്ക് പോയ അപ്പച്ചൻ ലോറി കൊക്കയിലേക്ക് മറിഞ്ഞു മരിച്ചു. പിന്നെ ഞങ്ങള് 3 പെങ്കുച്ചുങ്ങളെ നോക്കാനും പഠിപ്പിക്കാനും അമ്മച്ചിക്ക് നിവൃത്തിയില്ലാതായപ്പോ 8ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തി ഞാനും അമ്മച്ചിയുടെ കൂടെ ചാണ്ടി സാറിന്റെ തോട്ടത്തിൽ പണിക്ക് പോയി. കൊച്ചു പഠിക്കാൻ മിടുക്കിയാണെന്ന് ആരോ പറഞ്ഞറിഞ്ഞ് എടവകപ്പള്ളിയിലെ മൈക്കിൾ അച്ഛന് സിമ്പതി തോന്നി അവിടെ കാഞ്ഞിരപ്പള്ളിയിലെ കോൺവെന്റ് സ്കൂളിൽ എന്നെ കൊണ്ട് ചേർത്തു, അച്ഛന്റെ കെയർ ഓഫില്. അവിടെ ഗൾഫിലും അമേരിക്കയിലും പേരൻസ് ഉള്ള അച്ചായത്ത് കുട്ടികളുടെ മുമ്പില് ആളാവാൻ തട്ടിവിട്ട ഒരു കള്ളമാ. ആദ്യം അപ്പച്ചനായിരുന്നു അമേരിക്കയില്. ഒരു ദിവസം അപ്പച്ചന്റെ കല്ലറയില് പൂ വെച്ച് പ്രാർത്ഥിക്കുന്നത് ഒരു കൂട്ടുകാരി കണ്ടപ്പോ അത് പൊളിഞ്ഞു. ഉടനെ കഥ മാറ്റി, അമ്മച്ചിയായി അമേരിക്കയില്. അത് പൊളിയാണ്ട് ഇതുവരെ കൊണ്ടുപോയി. ഇപ്പൊ നിന്റെ മുമ്പില് അറിഞ്ഞോണ്ട് ഇതങ്ങ് പൊളിഞ്ഞു വീണപ്പോ ഒരു സുഖം. പാലില്ലല്ലോ, കട്ടൻ കാപ്പി എടുക്കട്ടെ? പിന്നെന്താ? വേണ്ട മച്ചി, ആ ചോറും മീൻകറി എടുത്തോ, ഞങ്ങൾ അത് കഴിക്കും. എന്താ? പണ്ട് അമ്മച്ചി ഉണ്ടാക്കി വെച്ച പഴങ്കഞ്ഞിയും ചമ്മന്തിയും അടിച്ച് സ്കൂളിൽ ചെന്ന് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഡെയിലി കഴിച്ചു മടുത്തു എന്ന് പറയുന്നതില് വല്ലാത്തൊരു രസം ഉണ്ടായിരുന്നു. പിന്നെ പാലായില് കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് വീട്ടിലൊരു ബെൻസും 2 മാരുതിയും 3 ഡോബർമാനും 4 പൊമറേനിയനും ഉണ്ടെന്നൊക്കെ പറയുമ്പോ വെറുതെ ഇങ്ങനെ ഒരു രോമാഞ്ചം വരും. പാച്ചന്റെ ഭാഷയില് രോഞ്ചാമ്പം. അങ്ങനെ എനിക്കൊരു പേര് വീണു, പുളുമേരി. അത് ഭാഗ്യത്തിന് അവിടെ എത്തിയില്ല. ഓ, ഫ്രൈഡ് റൈസും ചിക്കനും റെഡി. ഇരിക്കെ. കോളേജിൽ പഠിക്കുമ്പോഴുണ്ട് അല്ലറ ചില്ലറ സൈഡ് ബിസിനസ്. ചെറിയൊരു ചിട്ടി, ഹൗസിംഗ് കോളനിയില് ദാഹശമനിയും കൊണ്ടാട്ടവും വിൽപ്പന. പിന്നെ വീക്കെൻഡില് ആന്റിയുടെ വീട്ടിൽ പോവാന്നും പറഞ്ഞ് ഹോസ്റ്റലിൽ നിന്ന് മുങ്ങി ഒരു അമേരിക്കൻ അച്ചായന്റെ വീട്ടില് അത്യാവശ്യം വീട്ടുപണി. അതുകൊണ്ടൊക്കെയാ ഇവര് 2 പേരും കോൺവെന്റിൽ ചേർത്തത്. കഴിക്കേ. ജോലി കിട്ടി അവിടെ വന്നപ്പോ നീ അമ്മാമ്മയെ കൊണ്ടുവന്ന പോലെ കൊറേ ശ്രമിച്ചതാ ഞാൻ. ഒരു വീടെടുത്ത് അമ്മച്ചിയെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ. കട്ടയ്ക്കടുക്കത്തില്ല അമ്മച്ചി, ഈ റബ്ബറിന്റെ മൂട്ടിന്ന് എങ്ങോട്ടും ഇല്ലാന്ന്. അപ്പ എടുത്ത തീരുമാനമാ സ്വന്തമായ ഒരു വീടുണ്ടാക്കിയേച്ച് പിടിച്ചു വലിച്ചു കൊണ്ടുപോണെന്ന്. അതിന് നീ കൂടി വന്ന ഒരു സുഖം ഉണ്ടാവുന്ന് തോന്നി. അമ്മച്ചി, കെട്ടും പാണ്ടൊക്കെ മുറുക്കി വേഗം റെഡിയായിക്കോ. സെമിനാറിൽ പോയി അച്ഛന്റെ അടുത്ത് യാത്ര പറഞ്ഞ് നമ്മൾ ഇന്ന് തന്നെ പോവാ. മൈക്കിൾ അച്ഛൻ തീരെ വയ്യാണ്ട് കിടപ്പാ. ദേ സങ്കടം. എനിക്ക് വാക്ക് തന്നതല്ലേ വീട് പണി തീർന്ന വരാന്ന്.